ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കുകയാണ്. ശ്രീലക്ഷ്മി വിരുന്ന് പോയതാണ്. വിരുന്ന് എന്ന് പറയാൻ പറ്റില്ല, മൊബൈലിൽ കടിച്ചിട്ട് കുറച്ച് ദിവസം ഒന്ന് മാറ്റി നിർത്തി നോക്കിയതാണ്. മൊബൈൽ വല്ലാതെ അഡിക്റ്റായി വരാൻ തുടങ്ങി. അപ്പോൾ മാറ്റി നിർത്തിയതാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നുമായിട്ട് വരലില്ല. ഒന്നാമത് മനസ്സിനൊരു സമാധാനമില്ല. അങ്ങനെ ഒരു ജീവിതം. അപ്പോൾ ശ്രീലക്ഷ്മി പോയിട്ട് ഇതാട്ടോ, ഞാൻ കാപ്പി ഉണ്ടാക്കി കുടിക്കും, വേറെ ഒന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൽ 3 ദിവസം എത്ര എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദന മനസ്സിലാക്കാൻ പറ്റുക. ഞാനെന്താ വെച്ചാൽ മൊബൈൽ കളിച്ചതിന് കുറച്ച് ചീത്ത പറയുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ലാസ്റ്റ് അടി വരെ എത്തേണ്ട അവസ്ഥ വന്നു. ഞാൻ അവളെ അടിക്കാൻ വേണ്ടിയിട്ട് വടിയെടുത്തത്, പക്ഷേ ഞാൻ അവളെ അടുത്തു നിന്നാണ് അടി വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഈ സ്വഭാവം മുന്നോട്ട് പോകില്ല, അപ്പോൾ കുറച്ച് മാറ്റി നിർത്തിയാൽ ശരിയാവുള്ളൂ തോന്നി അങ്ങനെ മാറ്റി നിർത്തിയതാണ്. അപ്പോൾ വിളിക്കുമ്പോൾ എന്നും പറയും നിങ്ങൾ എന്നാ വരിക. അപ്പോൾ ടി സി വാങ്ങാൻ പോകണം 5-ാം തീയതി. അത് കഴിഞ്ഞ് സ്കൂളിൽ ചേർക്കാൻ പോകണം, പുസ്തകം വാങ്ങണം, സ്കൂളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിക്കണം. അതിൻ്റെയൊക്കെ ഓരോരോ ടെൻഷനുകളിലാണ്. പൈസ നമുക്ക് പണിയെടുത്തുണ്ടാക്കാം, പക്ഷെ ഇനി ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതുവരെ അവിടെ അടുത്ത സ്കൂളിലൊക്കെ ആയിരുന്നു. കുറച്ച് ലോങ്ങാണ്. രാവിലെ പോകുമ്പോൾ കൊണ്ടുപോകും, തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരണം. ലൈൻ ബസ്സാണ്, അതിൻ്റേതായ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കൊക്കെ ഒന്ന് വന്ന് ശീലാവണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീലക്ഷ്മി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസിലെ ശ്രീലക്ഷ്മിയാണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എല്ലാത്തിനും ഒരു ഉഷാറുണ്ടാവുക. യൂട്യൂബിൽ പിന്നെ ഞാൻ മാത്രമേ വീഡിയോ ചെയ്യലുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ഒരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അന്ന് ഇന്നും കുടുംബത്തിൽ നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാം അനുഭവിച്ചറിയുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ ശ്രീലക്ഷ്മി ഒരു പെൺകുട്ടിയാണ്. അവൾ 8-ാം ക്ലാസ്സിലെത്തി. നമുക്ക് കുറച്ചും 2 കൊല്ലം കൂടിയും കഴിയുമ്പോഴേക്കും അത് സ്വന്തമായിട്ട് വീടില്ലാഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ തന്നെയാണ്. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്, വേറൊരു ലക്ഷ്യം വെച്ചല്ല. അപ്പോൾ ഓരോ ആൾക്കാരും യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കണം ഞാൻ കാണുന്നുണ്ട്. വെച്ചിട്ട് ആർഭാട ജീവിതമല്ല, എനിക്കൊരു ഒരു ചെറിയ വീട് വെക്കണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ചെറിയ വീഡിയോ ആക്കിയിട്ട് വിട്ടിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. ആരെയും കൈയും കാലും പിടിക്കാതെ, അതുപോലെ എന്തായിക്കോട്ടെ ഞാൻ ഒരുപാട് കാര്യത്തിന് കൊടുത്തിട്ടുണ്ട്. എനിക്കിതുവരെ വീട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ വീട് വെച്ച് കിട്ടിയിട്ടില്ല. എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ അപ്പം അങ്ങനെ പണിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ജീവിതം കഴിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ
സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അതില്ലാത്തവനെ പറഞ്ഞാൽ മനസ്സിലാവും, ഉള്ളവനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ചെറിയൊരു വീട്, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് ശ്രീലക്ഷ്മിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവൾക്ക് കുറേ മൊമെൻറ്റും മെഡലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെക്കാൻ ഉള്ളിലൊരു ഷെൽഫ് ഉണ്ടാക്കണം, എന്നിട്ട് അതിലിങ്ങനെ വെക്കണം. ഒരാഗ്രഹമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അവളെ ആഗ്രഹം സാധിക്കണം എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങളുണ്ടോയെന്നൊന്നും അറിയില്ല. നമുക്കറിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വലിയ ചിരിയും കളിയൊന്നുമില്ല, ഒരു സന്തോഷമില്ലാത്ത ഭാവമാണ് മുഖത്ത് എന്നും വീഡിയോ ചെയ്യുന്നു. കാരണം നമ്മളെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരെ വേദന മനസ്സിലാക്കാൻ നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ. സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ വേദന എന്താണെന്ന് മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പോൾ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും. എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് വളർന്ന വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽക്കേ കഷ്ടപ്പാടും ദുരിതവും എല്ലാം അറിഞ്ഞ് ജീവിച്ചതാണ് ഞാൻ. ഇന്നും അതറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് എത്ര നമ്മൾ പണിയെടുത്ത് നമ്മളെ കയ്യിൽ കാശ് കിട്ടിയാലും നമുക്കവർ അഹങ്കാരം ഒന്നുമില്ല. അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊരു ഉദ്ദേശമുണ്ട്, യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് അങ്ങനത്തെ പണക്കാരി ഇങ്ങനത്തെ ഒരു പണക്കാരിയാവണ്ട. എനിക്ക് എൻ്റെ കുട്ടീനായിട്ട് കയറി കിടക്കാൻ, മഴ കൊള്ളാതെ വെയിൽ കൊള്ളാത്ത രീതിയിൽ ഒരു വീട് എന്നുള്ള ലക്ഷ്യം. അതെനിക്ക് സാധിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വീഡിയോസ് ആക്കിയിട്ട് എൻ്റെ ചാനലിലിടും. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. ശ്രീലക്ഷ്മി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഓണമില്ല വീഡിയോന്. എനിക്കിത്രയൊക്കെ അറിയുള്ളൂ വീഡിയോ ചെയ്യാൻ. പിന്നെ വേറെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ചിരിച്ച് കളിച്ചിങ്ങനെ ഉല്ലസിച്ച് അങ്ങനത്തെ ഒരു വീഡിയോ ഇടാനൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ മറ്റുള്ളവരാരെ ജീവിതങ്ങളും ഇടുന്നില്ല, നമ്മളെ കുടുംബത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ വീഡിയോസ് ആക്കിയിട്ട് ഉൾപ്പെടുത്തുന്നുള്ളൂ. നമ്മൾ വേറെ എന്തിനാ മറ്റുള്ള കുടുംബങ്ങളെയും കൂടി ഇതിൽ വലിച്ചഴിക്കുന്നത്? ഈ വർഷം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ നല്ലതെന്ന് ഉദ്ദേശിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്കതും കൊണ്ട് ബുദ്ധിമുട്ടേ വരുള്ളൂ. അപ്പോൾ അത് ഡിലീറ്റ് ആക്കി നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം, നമ്മൾ മറ്റുള്ളവൻ്റെ എന്തിനാ നമ്മളറിയുന്നത്? അപ്പോൾ അത് വെച്ച്
ചെയ്യാണ്. അതിന് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അസൂയയും കുശുമ്പൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ എനിക്കൊരു വീട്, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ശ്രീലക്ഷ്മിക്ക് എന്നോട് പറഞ്ഞത് ഒരിക്കലും ഞാൻ മറക്കൂല. എന്നെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സാധിക്കണം എന്നൊരൊറ്റ ഇതുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ചു പൊട്ടിക്കുക.